ഹായ് മക്കളെ, ക്ലാസ് 12 CBSEയിലെ കെമിസ്ട്രിയിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ കടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ രസകരമായിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ന്യൂമറിക്കൽ പ്രോബ്ലത്തിലോട്ട് കടക്കുന്നത്. അതിലോട്ട് എങ്ങനെയാണ് ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിലോട്ട് നമ്മൾ പറയുന്നത്. കോൾറാറ്റ്സ് ലോയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല മാർക്കുള്ളൊരു ക്വസ്റ്റ്യനാണ്. കോൾറാറ്റ്സ് ലോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണ്, കോൾറാറ്റ്സ് ലോ എന്താണെന്ന് പറയാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതിനുശേഷമുള്ള അതിൻ്റെ അപ്ലിക്കേഷൻസിലുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ കാര്യം എന്താണ് കോൾറാറ്റ്സ് ലോ എന്ന് ചുമ്മാ വായിച്ചു പോകുന്നുണ്ട്. ദ ലിമിറ്റ് മോളർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്, ഏതൊരു ഇലക്ട്രോലൈറ്റും, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിക്കോട്ടെ വീക്ക് ഇലക്ട്രോലൈറ്റ്, ഏതൊരു ഇലക്ട്രോലൈറ്റിൻ്റെയും ലിമിറ്റ് മോളർ കണ്ടക്ടിവിറ്റിയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യാൻ ബി റെപ്രസെന്റ് ആസ് ദ സം ഓഫ് ലിമിറ്റ് മോളർ അയണിക് കണ്ടക്ടിവിറ്റീസ് ഓഫ് കാറ്റയൺ ആൻഡ് ആനയൺ. ആ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും ലിമിറ്റ് മോളർ അയണിക് കണ്ടക്ടിവിറ്റിയുടെ സമ്മാക്കി എഴുതാൻ പറ്റുമെന്ന്. അതായത് ഒരു എക്സാമ്പിൾ ചുമ്മാ എഴുതി പോകുന്നുണ്ട്. ലാംഡ എം നോട്ട് NaCl എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കാറ്റയോണും ആനയോണുകളും ഏതൊക്കെയാണ്? Na+ ആണ് കാറ്റയോൺ. അപ്പോൾ Na+ൻ്റെ ലാംഡ എം നോട്ടും പ്ലസ് Cl- എന്ന് പറയുന്ന ആനയോൺ, അതിൻ്റെ ലാംഡ എം നോട്ടിൻ്റെയും സമ്മാണ്. അത്രയേ ഉള്ളൂ. Limit molar conductivity of an electrolyte can be represented as the sum of limit molar ionic conductivities of cation and anion. അത്രയേ ഉള്ളൂ സംഭവം. അതിൻ്റെ അപ്ലിക്കേഷൻസിലോട്ട് വേഗം കടക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റ് മോളർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാംഡ എം നോട്ടാണ് ലിമിറ്റ് മോളർ കണ്ടക്ടിവിറ്റി അല്ലേ. അതിൻ്റെ ലാംഡ എം നോട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏതൊരു ഇലക്ട്രോലൈറ്റിൻ്റെയും ആൽഫ കണ്ടുപിടിക്കാം, അഥവാ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാം. ആൽഫ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി. ഇത് ചെയ്താൽ മതിയാവും. അപ്പോൾ ആൽഫയുടെ ഇക്വേഷൻ ഓർത്ത് വെച്ചോളൂ. മോളാർ കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി. കാൽക്കുലേഷൻ ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? C⁴² ഡിവൈഡ് ബൈ 1 - ആൽഫ. സി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോൾ ആൽഫ കണ്ടുപിടിക്കാനുള്ള പരിപാടി നമുക്കറിയാം. ആൽഫ കിട്ടിയെങ്കിൽ C⁴² ഡിവൈഡ് ബൈ 1 - ആൽഫ ചെയ്ത് നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ചേർന്ന് വരുന്നൊരു പെട്ടായിട്ട് പോളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്താലോ? ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതിലോട്ട് ഈ ക്വസ്റ്റ്യൻ പറയാൻ വേണ്ടി കുറച്ചൊരു ഇൻട്രോ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, റെഡിയല്ലേ? നിങ്ങൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ക്വസ്റ്റ്യൻ. The conductivity of 0.001028 mole per liter acetic acid is 4.95 × 10⁻⁵ Siemens cm/−1. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കിക്കോളൂ. കണ്ടക്ടിവിറ്റി ഓഫ് ഏതിൻ്റെ കണ്ടക്ടിവിറ്റിയാണ് പറയുന്നത്? അസറ്റിക് ആസിഡിൻ്റെ അല്ലേ. അതിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.001028. ഇതാണ് മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് വോള്യം അല്ലേ. N/V. മൊളാരിറ്റി, സിംപ്ലി മൊളാരിറ്റിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. കോൺസെൻട്രേഷൻ അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ തന്നിരിക്കുന്നു. അതിൻ്റെ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 4.95 × 10⁻⁵. അപ്പോൾ കോൺസെൻട്രേഷൻ അറിയാം, കണ്ടക്ടിവിറ്റി അറിയാം. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കാപ്പ K ആണ്. Calculate the dissociation constant is lambda m naught for acetic acid is 390.5 Siemens cm/mol. ലാംഡ എം നോട്ട് തന്നിട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലാംഡ എം നോട്ട് തന്നിട്ട് എന്താ ചോദ്യം? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? K അല്ലേ. K കണ്ടുപിടിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നുള്ള കാര്യം ആദ്യം എടുത്ത് എഴുതാം. കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് C എന്ന കോൺസെൻട്രേഷൻ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. 0.001028 നമ്പർ മാത്രമേ എഴുതുള്ളൂ. യൂണിറ്റ് ക്വസ്റ്റിനുണ്ട്. യൂണിറ്റ് ഞാൻ എഴുതില്ല, ഞാൻ സാറല്ലേ. ഇനി അടുത്തത് കണ്ടക്ടിവിറ്റി കാപ്പ തന്നിട്ടുണ്ട്. 4.95 × 10⁻⁵ എന്ന് തന്നിട്ടുണ്ട്. ലാംഡ എം നോട്ടും തന്നിട്ടുണ്ട്. ലാംഡ എം നോട്ട് 390.5 Siemens cm/². ഞാൻ യൂണിറ്റ് എഴുതുന്നില്ല, നിർബന്ധമായി യൂണിറ്റ് എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ്, അഥവാ K കണ്ടുപിടിക്കാനാണ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Kയുടെ ഇക്വേഷൻ C⁴² ഡിവൈഡഡ് ബൈ 1 - ആൽഫയാണ്. അതിൽ C മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അല്ലേ. ആൽഫ നമുക്ക് അറിയത്തില്ല. ക്വസ്റ്റ്യൻ വിടാനാണോ? അല്ല, ആൽഫ നമ്മൾ കണ്ടുപിടിക്കണം. ആൽഫ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആൽഫയുടെ ഇക്വേഷൻ എന്താണ്? ആൽഫ = ലാംഡ MC ഡിവൈഡഡ് ബൈ ലാംഡ എം നോട്ട്. ലാംഡ എം നോട്ട് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റിയാണ്. ലാംഡ MC എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ ആൽഫ കണ്ടുപിടിച്ചാലേ നമുക്ക് K കണ്ടുപിടിക്കാൻ പറ്റൂ. ആൽഫ കണ്ടുപിടിക്കാൻ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി, താഴത്തുള്ള ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി മുകളിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി വേണം. ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, മോളാർ കണ്ടക്ടിവിറ്റി ക്വസ്റ്റനിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിന് മുൻപ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം. മനസ്സിലായോ? അതിന് മുൻപ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ MC കണ്ടുപിടിക്കണം. ലാംഡ M കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കാപ്പ × 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി.
മൊളാരിറ്റി അഥവാ കോൺസെൻട്രേഷൻ. റെഡി? അതിൽ കാപ്പ, ഈ കെയും ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കെയും മാറിപ്പോകരുത് കേട്ടോ. ഇത് കാപ്പ കണ്ടക്ടിവിറ്റി, കാപ്പ സി കോൺസെൻട്രേഷൻ, പിന്നെ 1000 നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ലാംഡ എം സി ആദ്യം കണ്ടുപിടിക്കുക. അതേ ഡിവൈഡർ ബൈ ലാംഡ എം നോട്ട് ചെയ്താൽ ആൽഫ കിട്ടും. സി ആൽഫ സ്ക്വയർ ഡിവൈഡർ ബൈ 1 മൈനസ് ആൽഫ ചെയ്താൽ കെയും കിട്ടും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇത് കണ്ടുപിടിക്കുന്നു, ശേഷം ഇത് കണ്ടുപിടിക്കുന്നു, അതിനുശേഷം ഇത് കണ്ടുപിടിക്കുന്നു. അല്ലാതെ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ തന്നെ തന്നിരിക്കുന്ന കാര്യങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പിടിക്കുകയല്ല വേണ്ടത്, നെക്സ്റ്റ് അടിക്കില്ല വേണ്ടത്. നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ടത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നോക്കുക. ഇക്വേഷൻസ് ഏതൊക്കെ അറിഞ്ഞിരിക്കണം, തന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാം. സിമ്പിളി ക്വസ്റ്റ്യൻ വായിച്ചു പറഞ്ഞാൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ബന്ധപ്പെടുത്തുന്ന എന്തായാലും പരിപാടി അവിടെ നിന്ന് കിട്ടിക്കോളും. ഇതാ കിട്ടിയില്ലേ? അപ്പോൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താണ്? ലാംഡ എം സി. Lambda mc is equal to kappa into 1000 divided by molarity. ഓക്കെ, മൊളാരിറ്റി എം എന്നിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മൊളാരിറ്റി എന്നിട്ട് കൊടുക്കാം, സി എന്നിട്ട് കൊടുക്കാം, മാറ്റർ അല്ല. കാപ്പ എത്രയാണ് നൽകുന്നത്? 4.95 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 10⁻3 ഡിവൈഡഡ് ബൈ സി എന്ന് പറഞ്ഞാൽ 0.001028. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫൈനൽ ആൻസർ മാത്രം ഞാൻ എഴുതുന്നുണ്ട്. 48.15 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്ന് കിട്ടും. റെഡി? അപ്പോൾ ലാംഡ എം സി കിട്ടി. ഇനി നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആൽഫ. ആൽഫ ഇസ് ഈക്വൽ ടു ലാംഡ എം സി ഡിവൈഡഡ് ബൈ ലാംഡ എം നോട്ട്. 48.15 ഡിവൈഡഡ് ബൈ 390.5. ശരിയല്ലേ? 390.5 അതല്ലേ ലാംഡ എം നോട്ട് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തില്ല. എപ്പോഴും തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം നോട്ട് എന്ന് പറയുന്നത് 0നും 1നും ഇടയിലായിരിക്കും. മനസ്സിലാക്കുക. 1നേക്കാൾ കൂടുതൽ പോയി കഴിഞ്ഞാൽ ആൽഫ തെറ്റാണ്, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ തെറ്റാണെന്ന് മനസ്സിലാക്കുക. മുകളിൽ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാൾ വലുതായിരിക്കും. അങ്ങനെ 1നേക്കാൾ വലുത് കിട്ടുകയാണെങ്കിൽ ആൻസർ തെറ്റാണെന്ന് മനസ്സിലാക്കുക. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ആൽഫ എപ്പോഴും തന്നെ 0നും 1നും ഇടയിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.1233 എന്ന റേഞ്ചിലായിരിക്കും. 0.1233. അതിനെ പേഴ്സൻറ്റേജ് മാറ്റാനായിട്ട് പറഞ്ഞാൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 12.33%. അത്രയും പെർസെൻറ്റേജ് ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നതാണ് അതിൻ്റെ മീനിങ്. ആൽഫ കിട്ടി. ഇനി അവർ പറഞ്ഞിരുന്നത് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനാണ്. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു കെ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. സി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ. സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.001028 ഇൻറ്റു ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.123യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.1233. ഓക്കെ, മുകളിലെ നമ്പർ കൊണ്ട് നിങ്ങളെല്ലാം എൻ്റെ സ്ക്വയർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് 10ൻ്റെ പവർ ഇട്ടൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക 0.0156 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 1 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 0.8767 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഡിവൈഡ് ചെയ്തിട്ട് 10ൻ്റെ പവർ -3 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുക 0.0177 ഇൻറ്റു 10⁻³ സയൻറ്റിഫിക് നൊട്ടേഷനിലോട്ട് മാറ്റുകയാണെങ്കിൽ, അത് സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റിൽ ഒരൊറ്റ നോൺ സീറോ ഡിജിറ്റ് മാത്രം വരത്തക്ക രീതിയിൽ, അതായത് 1.77 എന്ന് എഴുതുകയാണെങ്കിൽ ഇൻറ്റു 10⁻⁻5 എന്ന് കിട്ടും. ഇതാണ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടും വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. ഇതുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വരുന്ന വീഡിയോസെല്ലാം കൃത്യമായിട്ട് കാണുക. ചാനൽ മീൻസ് ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് കണ്ടാൽ മാത്രമാണ് അതിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക. ഞാൻ പറയുന്നത് വളരെ വേഗത്തിൽ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം അത്രത്തോളം വിലമതിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ അത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ചെയ്ത പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അടുത്ത ക്ലാസ്സിൽ കിട്ടണം. താങ്ക് യു.